ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇതിപ്പോൾ കോന്നി വനമാണ്. അന്ന് നമ്മൾ നൂതന ധ്വജവൃക്ഷം ഛേദനത്തിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ കോന്നി വനത്തിനുള്ളിലേക്ക് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വനത്തിനുള്ളിലെ കാഴ്ചകൾ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാടിനുള്ളിലോട്ട് പോകുന്നത്. കാടിനുള്ളിലൊരു നദിയുണ്ട്. ആ മറ്റേ നദിയുടെ പേര് അച്ഛൻ കോവിൽ റിവർ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം മുമ്പിൽ നടക്കുന്ന ചേട്ടനാണ്, ആ ചേട്ടൻ ഇവിടെ ഉള്ളതാണ്. ആ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതേ പുറകേലും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നടന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. ഏകദേശം അവിടെ നിന്നൊരു 1.5-2 കിലോമീറ്റർ ഉണ്ട് ആ മരം മുറിച്ച സ്ഥലത്തു നിന്ന് ഉൾക്കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് മൃഗങ്ങളെയൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തർ പോവുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഷോർട്ട് ബ്രേക്ക് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞ് ഇവിടെ ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ട്. ഈ വെള്ളം ഒഴുകിയ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ് ഇവിടെ എന്നാ മരങ്ങളാണ് കാടിനുള്ളിൽ. നല്ല വണ്ണമൊക്കെ ഉള്ള ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. നല്ല രസമുണ്ട് കാടിൻ്റെ ഉള്ളിൽ നിന്ന്. ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് നടന്ന്. അങ്ങനെ നമ്മൾ ആ മരം മുറിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന് മുകളിലായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് മറ്റേ ആ റിവറിൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. റിവർ നോക്കിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ ഓരോരുത്തർ ലൈനപ്പായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കാട്ടിൽ പിന്നെ മൊത്തവും കരിയിലകളാണ്, പിന്നെ വലിയ വലിയ മരങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഉള്ളിലോട്ട് പോവാണ്. പുഴ. ഇപ്പോൾ ഫ്രാൻസ് അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നടന്ന് കറങ്ങി പറഞ്ഞ് തിരിഞ്ഞ് നമ്മളിപ്പോൾ ആ റിവറിൻ്റെ അടുത്തോട്ട് എത്തി. അച്ചൻകോവിൽ റിവറിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുന്നു. ഇതൊരു ഫോറസ്റ്റിലെ റിവറാണ്. കാട്ടിലെ മൃഗങ്ങളും ഒക്കെ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എന്ത് മനോഹരം, അയ്യോ അതിമനോഹരം. നമുക്കൊരിക്കലും നമുക്കങ്ങനെ ഒരു കാടിനുള്ളിലെ ഒരു റിവറിൻ്റെ അടുത്തോട്ട് അങ്ങനെ നമുക്കങ്ങനെ വരാനും പറ്റത്തില്ല. പക്ഷെ നല്ല രസമുണ്ട് ഈ ആനിമൽ പ്ലാനറ്റ് അങ്ങനെയൊക്കെ കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. നല്ല രസമുണ്ട് കാണാൻ. നല്ല തണുത്ത വെള്ളമാണ്, പാറയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന നല്ല തണുത്ത വെള്ളവും ഒക്കെ കാണാം. നല്ല രസമുണ്ട് ഇവിടെ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനിപ്പോൾ കാട്ടിലെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു. തൊട്ടപ്പുറത്തെ സൈഡിൽ ഇത് കാണുന്ന ആനപ്പിണ്ടമാണ്. ഇവിടെ ഈ കോന്നി വനത്തിനുള്ളിലുള്ള ആനകളൊക്കെ വന്ന് ഇവിടെയാണ് വെള്ളമൊക്കെ കുടിക്കാൻ വരുന്ന സ്ഥലവും കൂടെയാണിത്. ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടനും അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പം ആനയൊന്നും വന്നിട്ട് ഇപ്പോൾ ഉച്ചയൊക്കെ ഏകദേശം ഉച്ചയ്ക്ക് 12-1 മണിയൊക്കെ ആകുന്നു. ആ സമയത്തൊരു കുളി അങ്ങനെ നല്ലതാണ്. നമ്മുടെ കൂടെ വന്നവരെല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ 2-3-4 പേര് അങ്ങനെ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്ത് നമ്മുടെ ആ കൂടെ വന്ന എല്ലാവരും ഇവിടെയുണ്ട്. നല്ല രസമായിരുന്നു, അടിപൊളിയാണ്, പറയാതിരിക്കാൻ. ഈ കാട്ടിനുള്ളിൽ മറ്റേ ആ ഒരു ആനിമൽ പ്ലാനറ്റ് കാണുന്ന പോലെ നല്ല വ്യൂ, നല്ല രസമുണ്ട് കാണാൻ. അതിമനോഹരമായ കാഴ്ചയാണ്, അടിപൊളിയാണ്. അതേ എല്ലാവരും കൂടെ എൻ്റെ നേരെയാണ് വെള്ളം തെറിപ്പിക്കുന്നത് ഇപ്പം. അയ്യോ, സത്യം പറഞ്ഞ വെയിൽ കാരണം ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ് ഇവിടെ. നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് വീഡിയോസ്, നമ്മൾ ആ ധ്വജവൃക്ഷം ഛേദനം നടത്തിയ വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് കാണണം, ആ വീഡിയോസും കൂടെ കാണണം. ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഉൾക്കാട്ടിലൊരു വനത്തിനുള്ളിൽ വന്നത്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും. താങ്ക്